ഇപ്പോൾ വയനാട്ടിൽ നമ്മൾ കണ്ടത് പ്രതിഷേധമാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പ്രതിഷേധം. ആ ഘട്ടത്തിൽ LDF ഡൽഹിയിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് LDF. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിവേചനത്തിനെതിരെ നാളെയാണ് LDFന്റെ സമരം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരം നടത്തുമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിലുണ്ടായ അതിതീവ്ര ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ജൂലൈ 30-നായിരുന്നു ഈ തീവ്ര ദുരന്തം അവിടെ ഉണ്ടായിരുന്നത്. ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഫെഡറൽ തത്വങ്ങളനുസരിച്ചുകൊണ്ട് ഭരണഘടനാപരമായി കേന്ദ്ര ഗവൺമെന്റ് നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിന്ന് പൂർണ്ണമായും ഒളിച്ചോടുകയാണ്, നിർവഹിക്കുന്നില്ല എന്നുള്ള നിലപാടാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ വിവേചനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് ദുരന്തബാധിതർ ഉൾപ്പെടെ 165 പേർ വയനാട്ടിൽ നിന്ന് LDFന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വന്ന് സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഒരു വശത്ത് നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ സമരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദുരന്തബാധിതരുടെ സമരം. ആ ഘട്ടത്തിലാണ് LDF നാളെ ഡൽഹിയിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നത്. ആരൊക്കെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്? ഏത് തരത്തിലാണ് സമരം? അനുജ, നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു സമരമാണ് ഡൽഹിയിലേത്. LDFന്റെ നേതൃത്വത്തിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ദുരന്തബാധിതർ അടക്കമുള്ളവരാണ് ഡൽഹിയിൽ സമരം ചെയ്യാനായി എത്തിയിരിക്കുന്നത്. 165 പേരാണ് നാളെ ആരംഭിക്കുന്ന സമരത്തിൽ പങ്കെടുക്കുക. മുൻ MLA CK ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ സമരം. പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ ഈ വയനാട് ദുരന്തബാധിതരോടുള്ള അവഗണനയ്ക്ക് എതിരെയാണ് ഈ സമരം. കേരളം ആവശ്യപ്പെട്ട 2000 കോടി രൂപയുടെ പാക്കേജ് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അത്തരത്തിൽ സമരത്തിന് അനുമതിയില്ല. മറിച്ച് ജന്തർ മന്ദിറിൽ 2 ദിവസത്തെ സമരത്തിനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് കേരള ഹൌസിൽ നിന്നും സമരം ആരംഭിക്കും എന്ന് നേതാക്കൾ അറിയിച്ചിരിക്കുന്നു. കേരളം സ്വീകരിച്ചു വരുന്ന മതേതര നിലപാടിനോടുള്ള എതിർപ്പ് ആണ് ഇത്തരത്തിൽ കേരളത്തോടുള്ള അവഗണനയ്ക്ക് കാരണം എന്ന ആരോപണമാണ് CK ശശീന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള LDFന്റെ MP-മാർ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചിരിക്കുന്നു. ഈ ദുരന്തബാധിതർക്കുള്ള സഹായം അടക്കം വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം. പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ ധനമന്ത്രിക്കും നേരിൽ കണ്ട് നിവേദനം നൽകാനും സമരക്കാർക്ക് പദ്ധതിയുണ്ട്. അനുജ, LDF നാളെ ഡൽഹിയിൽ പ്രതിഷേധ സമരത്തിനൊരുങ്ങുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരം എന്നുള്ളതാണ് നേതാക്കൾ അറിയിച്ചത്.